ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാർദവമായ സ്വാഗതം. ഒരു ചെറിയ ചിന്ത പങ്കുവച്ചിട്ട് പോകാനാണ് ഞാൻ വന്നത്. വിശ്വാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ കുറിച്ചും ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരുമല്ല, ഇസ്ഹാക്കാണ്. അനുസരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുവാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ടു പോവുക, നീ ഇന്ന സ്ഥലത്തോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാം അതനുസരിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര തിരിച്ചിരിക്കുന്ന സമയത്ത് അബ്രഹാമിന് കുഞ്ഞുണ്ടായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ മോറിയ എന്ന് പറയുന്ന ദേശത്ത് ചെന്ന് അവിടെ ഞാൻ കാണിക്കുന്ന മലയിൽ ചെന്ന് അവിടെ നിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ എനിക്ക് യാഗം കഴിക്കണം. അങ്ങനെ അബ്രഹാം എന്ത് ചെയ്തു? ആ മകനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ആ ദേശത്ത് ചെന്ന് അവിടെ മല കണ്ടു. നമുക്കറിയാം, കഴുതക്ക് കോപ്പിയിട്ടു. അവൻ അവിടെ നിന്ന് ആ വിറകുകളൊക്കെ ശേഖരിച്ച് തൻ്റെ രണ്ട് സഹായികളെയും കൂട്ടിയിട്ട് തൻ്റെ മകനായ ഇസ്ഹാക്കിനെയും കൂട്ടിയിട്ട് മോറിയ ദേശത്തേക്ക് 2 ദിവസം നടന്നിട്ടാണ് അവിടെ 2 ദിവസത്തിന് ശേഷം അവിടെ ചെന്നു എന്ന് നമുക്ക് വചനത്തിലൂടെ വായിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കറിയാം, ഇസ്ഹാക്ക് എന്ന് പറയുന്ന ആ ബാലൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ എന്ത് പറഞ്ഞു അതിനെ പൂർണ്ണമായി അനുസരിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. എവിടെ പോകുന്നു? യാഗം കഴിക്കാൻ വന്നു, വരൂ ഞാനും വന്നു. അങ്ങനെ എല്ലാത്തിനും അപ്പൻ്റെ കൂടെ നടന്നു പോയ ഒരു ഇസ്ഹാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ തലമുറകളെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് വാടാ, എനിക്ക് പറ്റത്തില്ല, വേറെ ആരെങ്കിലും വീട്, അല്ലെങ്കിൽ അവിടെ പോടാ, പറ്റത്തില്ല, എൻ്റെ കൂടെ വാടാ, പറ്റത്തില്ല. എല്ലാത്തിനും നോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുസരണമില്ലാത്ത ഒരു തലമുറയെ നമുക്കിന്ന് പലപ്പോഴും കാണാൻ പറ്റും. പല രീതിയിലും പലരെയും നമുക്ക് അനുസരണമില്ലാതെ കാണുമ്പോൾ ഇസ്ഹാക്ക് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അനുസരണമുള്ളൊരു മകനെ അല്ലെങ്കിൽ അനുസരണമുള്ളൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമുക്ക് അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്ഹാക്ക് അബ്രഹാമിനോട് അബ്രഹാം ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് മോറിയ മലയിൽ ആ മലയിലേക്ക് കടന്നു ചെന്ന സമയത്ത് അബ്രഹാമിനോട് ഇസ്ഹാക്ക് ചോദിക്കണം, അപ്പ യാഗം കഴിക്കുവാനുള്ള വിറകും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മൃഗം എവിടെ? അപ്പം അബ്രഹാം പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും മകനെ. ആ വിശ്വാസം, ആ ഒരു വാക്കിൽ അവൻ സകലതും വിശ്വസിച്ച് അബ്രഹാമിന്റെ പുറകിലൂടെ ഇസ്ഹാക്ക് നടന്നുപോയി. ആ മല കയറി അവിടെ ചെന്ന് അബ്രഹാം യാഗപീഠം പണിയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ പ്രകാരം പറഞ്ഞു, സകലതും അബ്രഹാം പറഞ്ഞു, കല്ലെടുത്ത് കൊണ്ടുവരാൻ വിറക് കൊണ്ടുവരാൻ പറഞ്ഞു, വിറകെടുത്ത് കൊണ്ട് സകലതും അനുസരിച്ച് അബ്രഹാമിന്റെ കൂടെ യാഗപീഠം പണിയുവാൻ വേണ്ടി ഇസ്ഹാക്ക് കൂടിക്കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ശേഷമുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം തൻ്റെ മകനെ കാലും കാലൊക്കെ കെട്ടി ആ യാഗപീഠത്തിന്മേൽ വെക്കുവാൻ പോവുകയാണ്. അവിടെയും മറുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വചനത്തിൽ വ്യക്തമായിട്ടാണ്. അബ്രഹാമിൻ്റെ ആ മകനെ കെട്ടിയിട്ട് ആ മകനെ അവിടെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ യാഗം കഴിക്കുവാൻ വേണ്ടി ഹൃദയത്തിൽ വെക്കുമ്പോൾ തന്നെ ഒരു യാഗമൃഗമായി കണ്ടുകൊണ്ട് തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അപ്പൻ്റെ മുമ്പിൽ കീഴടങ്ങിയാൽ അപ്പനെ അനുസരിക്കുന്ന ഒരു മകനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മനോഭാവമാണ് അനുസരണത്തോടുള്ള മനോഭാവം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള മനോഭാവം, അപ്പനോടുള്ള സ്നേഹത്തോടുള്ള മനോഭാവം. എത്ര പേർക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കുട്ടികളുടെ കാര്യത്തിലേക്ക് വിട്ട് വലിയ ആൾക്കാരുടെ, നമ്മുടെ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലും ഇത്രത്തോളം അനുസരണം ഉണ്ട്. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ വേണ്ടി എത്രത്തോളം നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മളോടൊരു കാര്യം പറയും, അതിൽ നിന്ന് അപ്പുറമായിട്ട് അതനുസരിക്കാതെ നമ്മുടേതായ ഇഷ്ടത്തിലൂടെ പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ട്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേരൊന്ന് ജീവിക്കുന്നെന്ന് പറയുകയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, നിനക്ക് അനുസരണമില്ല, നീ ഇന്നയാളാണ്, നീ ഇന്ന രീതിയിൽ പോകുന്നവരാണെന്നൊക്കെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ പലപ്പോഴും വചനത്തിൽ വേരൂന്ന് ജീവിക്കുന്നവരാണോ നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
കുഞ്ഞുങ്ങളോട് പറയും അപ്പയമ്മയെ അനുസരിക്കാത്തവർ നരകത്തിൽ പോകും, ബൈബിളിൽ അങ്ങനെ വചനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം എത്രത്തോളം നമ്മൾ അനുസരിക്കുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാം. പലതരത്തിലും പിറുപിറുപ്പിൻ്റെ അവസ്ഥകൾ, പലതരത്തിലുള്ള വെറുപ്പിൻ്റെ അവസ്ഥകൾ, പലതരത്തിലും മറ്റുള്ള കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. ഒരു ചർച്ചിലുള്ള വലിയൊരു ബഹളം, വലിയൊരു അടിപിടിയൊക്കെ നമുക്ക് ചർച്ചകളിൽ കാണാൻ സാധിച്ചു. ഇത് ഇന്നല്ല, പല പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എത്രത്തോളമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ഗോളത്തിൽ എത്രത്തോളമാണ് ഒരു ദൈവത്തിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പ് ഇല്ലാതെ എന്തിനാണ് ഓരോരുത്തർ സഭകളിലേക്ക് കടന്നു പോകുന്നത്? ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുസരണം, ദൈവവചനത്തോടുള്ള അനുസരണം, ദൈവവചനത്തോടുള്ള മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവനം എത്രത്തോളം ഉണ്ട്? മരിച്ചാൽ അടക്കുന്നതിന് വേണ്ടിയിട്ട് ചില ശ്മശാനങ്ങൾ ഉള്ളത് കൊണ്ട് ആ സഭകളിലേക്ക് പോകുന്നു. ഞാൻ ഇന്ന സഭകളിലേക്ക് പോകുന്നു, ആ സഭ വലിയൊരു സഭയായതുകൊണ്ട് ഞാൻ ഈ സഭയിലേക്ക് പോകുന്നു. അങ്ങനെ പലതരത്തിൽ പല റീസണുകളാണ് പലപ്പോഴും പലരും ചർച്ചകളിലേക്ക് പോകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതിലപ്പുറമായിട്ട് ദൈവികമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉണരണം എന്നുള്ള ചിന്തയിൽ പലരും ഇന്ന് സഭകളിലേക്ക് കടന്നു പോകുന്നില്ല. പലരും സ്വന്തം താല്പര്യത്തിലാണ് പലയിടങ്ങളിലേക്ക് പോകുന്നത്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പലയിടങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണം എന്നുള്ള ബന്ധത്തിലോ അല്ല പലപ്പോഴും പലരും സഭകളിലേക്ക് കടന്നു പോകുന്നത്. അനുസരണം എത്രത്തോളം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട്? ഇസ്ഹാക്കിന്റെ മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? ഇസ്ഹാക്ക് ദൈവം പറഞ്ഞ, അല്ലെങ്കിൽ തൻ്റെ അപ്പം പറഞ്ഞ എല്ലാ കാര്യവും അതുപോലെ അനുസരിച്ചു. അതിൻ്റെ മനോഭാവം എവിടെയും പോകുവാൻ തയ്യാറായി, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു, എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ഞാൻ ദൈവസന്നിധിയിൽ നമ്മളൊരു സ്നാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധി രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവമേ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയി, ഞാൻ പുതിയ സൃഷ്ടിയാണ്, എന്നെ നയിക്കേണ്ടത് ദൈവമാണ്, പിതാവായ കർത്താവാണ്. ഈ കർത്താവിൻ്റെ വചനം സകലതും ഞാൻ അനുഷ്ഠിക്കുമെന്ന് പലപ്പോഴും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അനുഷ്ഠിക്കുവാൻ, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ദൈവത്തിന് നൽകിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രോമിസസ് ഞാൻ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പാലിക്കുവാൻ ഞാൻ ഇന്ന് മുതൽ ശ്രമിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു ബന്ധം ഞാൻ സ്ഥാപിച്ചെടുക്കും. ഇന്ന് മുതൽ കർത്താവേ, ഞാൻ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ സമ്പൂർണ്ണമായ ഒരു യാഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്, ഒരു ആരാധനയായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവത്തോടുകൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ആരാധന എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ് ഈ ഇസ്ഹാക്ക്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 1-ാം വാക്യത്തിൽ ദൈവം, 22-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഇതാ അപ്പോൾ നിന്റെ മകനായി നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അവിടെ ഹോമയാഗം കഴിക്കുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനോട് പറയുന്നു. പക്ഷേ അബ്രഹാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആരാധിക്കുവാൻ വേണ്ടി മോറിയ മലയിലേക്ക് പോകണമെന്നാണ് അവിടെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം യാഗം തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളൊരു യാഗമായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മളൊരു ആരാധനയായി മാറുകയാണ്. നമുക്ക് ദൈവത്തിന് സമ്പൂർണ്ണമായ ഒരു ആരാധനയായി മാറുകയാണ്. അതിന് നമ്മളുടെ മനോഭാവം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഇസ്ഹാക്കിനെ പോലെ അനുസരണമുള്ളവനായി ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ബോധത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു സമ്പൂർണ്ണ ആരാധനയായി നിങ്ങൾ മാറുക, ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണ ഒരു യാഗമായി തീരുക. അതിനായി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.